ഇടുക്കി അടിമാലി കൂമ്പൻപാറയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ ലക്ഷം വീട് ഉന്നതിയിൽ ദുരിതത്തിലായത് നിരവധി കുടുംബങ്ങളാണ്. ഉന്നതിയോട് ചേർന്ന് താമസിച്ചിരുന്ന ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ അത്രയും ഇടിഞ്ഞു താണത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയില്ല. മൺകൂനയായി മാറിയ വീട്ടിൽ നിന്നും തങ്ങളുടെ വളർത്തുമൃഗങ്ങളെയെങ്കിലും വീണ്ടെടുത്ത് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഈ കുടുംബം എന്നും ഒരു കണ്ണീർ ഓർമ്മയാണ്. അടിമാലി കൂമ്പൻപാറയിൽ നിന്നും സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇടുക്കി അടിമാലി ലക്ഷൻ വീട് കോളനിക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൻ്റെ ദുരിതം കോളനി നിവാസികളെ മാത്രമല്ല ദുരിതത്തിലാക്കിയിരിക്കുന്നത്. ഈ കോളനിയോട് ചേർന്ന് തന്നെ താമസിച്ചിരുന്ന സിജു എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് മണ്ണിടിച്ചിലിൽ പൂർണ്ണമായും നശിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 2 നില വീടായിരുന്നു. 16 വർഷത്തിലധികമായി അവർ താമസിച്ചിരുന്ന വീട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു മൺകൂന മാത്രമായി അല്ലെങ്കിൽ അവശേഷിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതാണ്. അവർ ഒരു ആയുസ് കൊണ്ട് ഉണ്ടാക്കിയതെല്ലാം ആ വീടിനുള്ളിലുണ്ട് എന്നാണ് സിജുചേട്ടൻ തന്നെ പറയുന്നത്. ചേട്ടാ, ആയുസ് കൊണ്ട് ഉണ്ടാക്കിയതെല്ലാം ആ വീടിനുള്ളിലാണോ ഉള്ളത്? നമുക്ക് ഈ സാഹചര്യത്തിൽ അവിടെ നിന്ന് ഒന്നും തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സല്ലാണ്ട് മറ്റൊന്നും തന്നെ ഇല്ല. ഇനി എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ ആ വീടിനുള്ളതാണ്. എൻ്റെ തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ്, അല്ലെങ്കിൽ കൊച്ചിൻ്റെ സർട്ടിഫിക്കറ്റ്സ്, അല്ലെങ്കിൽ ബാഗ്, ഞങ്ങളുടെ എല്ലാവരും ഡ്രസ്സുകൾ, എന്തൊക്കെയുണ്ടോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഞങ്ങളുടെ കൈവശമില്ല. ഇത് മാത്രം ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ വേഷത്തിലുള്ള ഇത് മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ. എത്ര കാലം കൊണ്ട് പണിതുണ്ടാക്കിയ ഒരു വീടാണ്? എങ്ങനെയാണ് ഈ ഒരു വീട് പണിതുയർത്തിയത്? ഇത്രത്തോളം പണിതുയർത്തി? ഒരു 16 വർഷമായിട്ട് ഞാനും എൻ്റെ അമ്മയും സഹോദരിയും എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂലിപ്പണിക്കാരാണ്. ആ പണിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവളൊരു 60% ഹാൻഡിക്യാപ്ഡാണ്. അവൾക്ക് വാസയോഗ്യമായൊരു വീട് ലോണോടുകൂടി ഞങ്ങളെടുത്ത് അതിൻ്റെ ലോണൊക്കെ തിരിച്ചടച്ചു. അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇനിയിപ്പം അമ്മയൊക്കെ വളരെ കഷ്ടപ്പെട്ട ഒരു പിതൃസ്വത്തായി പകർന്നു കിട്ടിയ ഒരു സ്ഥലമാണ്. ആ സ്ഥലം പൂർണ്ണമായും ഇല്ലാതാകുന്നൊരു അവസ്ഥയല്ലേ ഉണ്ടായിട്ടുള്ളത്? അത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന മൊത്തം ഈ വീടും ഈ 16 സെൻറ്റ് സ്ഥലവും ഈ മോക്ക് കാലുമല്ലാതെയോടുകൂടി ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് എൻ്റെ അമ്മാനപ്പൻ എനിക്ക് കെട്ടിയോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ പേരിൽ എഴുതി തന്നു. ഞങ്ങളങ്ങനെ ഇത് കൊണ്ടു കിടക്കുമായിരുന്നു. അപ്പോൾ മോക്ക് വേണ്ടിയിട്ട് അപ്പോൾ വേറെ എങ്ങും പോയി കഴിഞ്ഞ് താമസിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ ലോൺ എടുത്ത് വീട് വെച്ചു. ആ ലോൺ മുഴുവനും പിന്നെ പണി ചെയ്ത് ഞങ്ങൾ കൂലിപ്പണിയാണ് ഞാനും ചെയ്തുകൊണ്ടിരുന്നത്. കെട്ടിടം പണിക്ക് പോയി. പിന്നെ ഇപ്പോൾ തൊഴിലുറപ്പിന് പോകണം. ഇവനും പണിയെടുക്കാൻ ഇവനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയം മുതലാണ് പിന്നെ ഇങ്ങനെ വരുമാനം ഇച്ചിരി ആയപ്പോൾ അത് അടച്ചു തീർത്തു. വേറെ ഒന്നുമില്ല. ഇപ്പം ആകെപ്പാടെ ഉണ്ടായിരുന്നതെല്ലാം ഈ വീടേലേക്ക് ഞങ്ങൾ മുടക്കി. ഒരു രൂപ പോലും കൈപ്പിടിക്കാതെ വീടിന് വേണ്ടിയിട്ട് നോക്കി. ഒരു വീടില്ലാത്ത അവസ്ഥയിലൂടെയാണോ ഇപ്പോൾ കടന്നു പോകേണ്ടത്? ഇല്ലാത്ത ഒരവസ്ഥയാണ്. നമുക്ക് വീട് ഇല്ലാതെ പറ്റില്ല. എനിക്ക് എൻ്റെ മോളെയും ഈ മക്കളെ എനിക്ക് കളയാൻ പറ്റുമോ? എനിക്ക് എൻ്റെ വീട്, എനിക്കൊരു വീട് വേണം. അതിനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രീതി പോലെ ചെയ്തു തന്നെ. അതുപോലെ വളരെ വേദന ഉണ്ട് ആ അമ്മയ്ക്ക്. അത് ഏകദേശം പതിറ്റാണ്ടുകളായി ഈ ഭൂമിയിൽ താമസിച്ചിരുന്നതാണ് അമ്മ. സിജുവിൻ്റെ മകൾ സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. സ്കൂൾ യൂണിഫോമും പുസ്തകങ്ങളും ഒക്കെ നശിച്ചു പോയിട്ടുണ്ടോ? എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ ഞാനൊരു സ്റ്റുഡൻറ്റ് പോലീസുകാരുടെ എൻ്റെ എല്ലാ യൂണിഫോമും എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതൊക്കെ ഒന്ന് എടുത്ത് തരാൻ ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇപ്പം ഇല്ല. പിന്നെ ഞങ്ങൾക്ക് വേറൊരു വീട് തന്നെ. പിന്നെ എൻ്റെ ഉള്ളിൽ 4 ആടും ഒരു പട്ടിക്കുഞ്ഞും ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഞങ്ങളൊന്ന് എടുത്ത് തന്നെ. പിന്നെ ഞങ്ങൾക്ക് ബുക്കൊന്നും ഇല്ല. എനിക്ക് എന്തായാലും ഇനി പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബുക്കൊക്കെ ആയാലും ഒന്ന് തന്ന് ഞാൻ ഒന്ന് എടുത്ത് തരുമോ? എന്തായാലും ചെയ്തു തന്നാൽ മതി. പിന്നെ SNDP-യിൽ. അപ്പം ഓരോരുത്തർക്കും അവരുടേതായ വേദനകളും ദുഃഖങ്ങളും എല്ലാം അവർ മനസ്സിലൊതുക്കുകയാണ്. ചേച്ചി ക്യാമ്പിൽ പോയതുകൊണ്ട് മാത്രമാണോ? ഞാനിവിടെ ഇല്ലായിരുന്നു. എൻ്റെ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ ഉച്ച കഴിഞ്ഞപ്പോഴാണ് വന്നത്. അന്നേരമാണ് ഇവിടുന്ന് മാറണമെന്ന് പറയണത്. ഞങ്ങൾക്കൊന്നും എടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഉള്ളത് മുഴുവൻ എൻ്റെ ഉള്ളിൽ തന്നെയാണ്. തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ട്. പിന്നെ ആടുകളും പട്ടിയൊക്കെ ജീവനോടെ ഉണ്ടെന്ന് അറിയത്തില്ല. അത്തരത്തിലാണ് വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ ആ ഒരു ഇടിഞ്ഞ മൺകൂനയ്ക്കുള്ളിൽ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നാണ് സിജുവും കുടുംബവും കരുതുന്നത്. അടിയന്തരമായി അവരുടെ ആവശ്യമായ രേഖകളും അത്തരത്തിലുള്ള വസ്തുക്കളും എല്ലാം തന്നെ തിരിച്ചെടുത്ത് നൽകാനുള്ള ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് ഇവരുടെ ഒരു അപേക്ഷയും. സന്തോഷ് തിരുമലയ്ക്കൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി.